വാർത്തകൾ വിശദമായി നോക്കാം. അബുദാബിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വൻ വരവേൽപ്പ്. കേരളപ്പിറവിയുടെ 70-ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരുക്കിയ മലയാളോത്സവത്തിൽ പങ്കെടുക്കാൻ ആയിരങ്ങളെത്തി. UAE സഹിഷ്ണുതാ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളവും UAEയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ നേട്ടത്തിന്റെ തിളങ്ങുന്ന ഉദാഹരണമാണ് കേരളം. അതിദാരിദ്ര്യർ ഇല്ലാത്ത നാടായി കേരളത്തെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമെന്നും സമാധാനപൂർണമായ ലോകത്തിനായി കൈകോർക്കുമെന്നും ഷെയ്ഖ് നഹ്യാൻ പറഞ്ഞു. നാളെ മുഖ്യമന്ത്രി അബുദാബി കിരീടാവകാശിയെ കാണും. I also commend what the Honorable Chief Minister has called the Kerala story. The successful eradication of extreme poverty in your state, sir. This is a remarkable achievement and a model for others to follow. Kerala continues to move forward with important initiatives that improve the quality of life for its people. ബഹുമാന്യനായ ക്രൗൺ പ്രിൻസിനെയും ഞങ്ങൾ കാണുന്നുണ്ട്. ആ ഘട്ടത്തിൽ കേരളവുമായുള്ള UAEയുടെ ബന്ധം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നാടിന് ഏറ്റവും പരിചിതമായ രാജ്യമാണ് UAE. കേരളത്തിലെ മിക്കവാറും കുടുംബങ്ങളിൽ UAEയുമായി ഏതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധം കാണും. അതിൻ്റേതായ പ്രത്യേകത നമ്മുടെ നാടും UAEയും തമ്മിലുള്ള ബന്ധത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകും. ഷിനോജ്, ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ മുഖ്യമന്ത്രി ഏതൊക്കെ പരിപാടികളിലാണ് പങ്കെടുക്കുന്നത്? വിപുലമായ സ്വീകരണമാണോ അദ്ദേഹത്തിന് അവിടെയുള്ള പ്രവാസികൾ ഒരുക്കിയത്? ദിവ്യ, വലിയൊരു സ്വീകരണമാണ് അബുദാബിയിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. ഇവിടെ കേരള സോഷ്യൽ സെന്ററും മറ്റ് സംഘടനകളും ചേർന്നിരിക്കുന്ന മലയാളോത്സവത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് UAEയുടെ സഹിഷ്ണുതാ കാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനാണ്. അദ്ദേഹം കേരളമുണ്ടാക്കിയ നേട്ടങ്ങൾ, മലയാളികളുണ്ടാക്കിയ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചത്. ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഈ സംസ്ഥാനം ഇപ്പോൾ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം കൂടി ആയി മാറിയത് മറ്റുള്ളവർക്ക് അനുകരണീയമായ ഒരു മാതൃകയാണെന്നാണ് മന്ത്രി പ്രസംഗിച്ചത്. UAE മന്ത്രിക്ക് ശേഷം മന്ത്രി സജി ചെറിയാനും നോർക്ക വൈസ് ചെയർമാൻ കൂടിയായ MA യൂസഫ് അലിയും അതേപോലെ UAEയിലെ പുതിയ അംബാസിഡർ ദീപക് മിത്തലുമൊക്കെ സംസാരിച്ചു. ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ പ്രഭാഷണം തുടരുകയാണ്. അദ്ദേഹം എടുത്തു പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിനുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. നവോത്ഥാനത്തിന് ശേഷം വലിയ മുന്നേറ്റം കേരളത്തിനുണ്ടാക്കിയെങ്കിലും പിന്നീട് ആരോഗ്യ മേഖലയിലും, പേരുകേട്ട ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും വരെ കേരളത്തിന് തിരിച്ചടികളുണ്ടായി. പലതും നടക്കില്ല എന്ന് തോന്നിയ പദ്ധതികൾ നടപ്പാക്കിയ ഒരു കാലമാണ് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പ്രത്യേകിച്ച് ഹൈവേയുടെ കാര്യത്തിൽ, അതേപോലെ തന്നെ വൈദ്യുതിയുടെ കാര്യത്തിൽ, ഗ്യാസിൻ്റെ കാര്യത്തിലെല്ലാം നടക്കില്ല എന്ന്
എന്ന് പലരും കരുതിയ പദ്ധതികൾ നടപ്പാക്കാൻ തൻ്റെ ഭരണകാലത്ത് കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെ MA യൂസഫ് അലി എവിടെ തിരിഞ്ഞു നോക്കിയാലും പൂത്ത മരങ്ങൾ മാത്രമുള്ള കേരളത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ എവിടെ നോക്കിയാലും കിഫ്ബി വഴി നടപ്പാക്കിയ പദ്ധതികളാണ് ഉള്ളത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. മുഖ്യമന്ത്രിയുടെ പര്യടനം നാളെയും അബുദാബിയിൽ തുടരും. മുഖ്യമന്ത്രി നാളെ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് അൽ നഹിയാനെ സന്ദർശിക്കുന്നുണ്ട്.